മിഖായിൽ ഞാൻ 2019 പടം ഇറങ്ങുന്നു തോന്നുന്നു. ഞാൻ ആ ടൈമിൽ കണ്ടിരുന്നു പടം, പക്ഷെ എനിക്ക് കണ്ടു അങ്ങ് വിട്ടു. പിന്നീട് ഹനീഫ് സാർ എന്നെ ഇതിൽ വിളിക്കുമ്പോൾ ഹനീഫ് സാറിനെ അടുത്ത ദിവസം മീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് അത്ര വർഷമായില്ലേ, അപ്പൊ എനിക്ക് മറന്നു കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. മാർക്കോ എന്ന് പറയുന്നത് ഉണ്ണിച്ചാട്ടൻ ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നടന്നു വരുന്നത് ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കഥ പ്ലോട്ടൊക്കെ ഞാൻ കുറച്ച് മറന്നുപോയി. അങ്ങനെ ഞാൻ തലേ ദിവസം വീണ്ടും മിഖായിലിരുന്ന് ഞാൻ കാണുമോ എവിടെ ഇരുന്ന് കാണുന്ന കാര്യം അന്ന് ഞാൻ തിയേറ്ററിൽ കണ്ട് പോയി കണ്ടതാ. പക്ഷെ പിന്നീട് ഇത് എവിടെ കാണണം, പിന്നെ ഞാൻ OTT ആമസോൺ പ്രൈമിലോ എവിടെയോ ഇരുന്ന് ഞാനും അമ്മയും കൂടി ഇരുന്ന് ഫുള്ള് കണ്ട്, ഓക്കെ ഇപ്പൊ ഓർമ്മ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നും കണ്ട്. അതിനുശേഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ സിനിമയിൽ പോർട്രേ ചെയ്യുന്നതെന്നൊക്കെ സ്വയം ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നുള്ളത്? ഇല്ല, ഒന്നാമത്തെ കാര്യം ഹനീഫ് സാറ് ഉണ്ണിച്ചാട്ടൻ എന്നെ വിളിക്കുമ്പോൾ ഏത് പടത്തിലാ കാസ്റ്റിംഗ് പോലും എനിക്ക് അറിയത്തില്ല. പടത്തിന്റെ പേര് ഒന്നും തന്നെ എടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഹനീഫ് സാർ ഫസ്റ്റ് ചോദിക്കുന്നത്, എനിക്ക് ആക്ച്വലി നല്ല മുടിയുണ്ടായിരുന്നു. അപ്പോൾ ഹനീഫ് സാർ ഫസ്റ്റ് ചോദിക്കുന്നത്, ആ മുടി നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാറേ, മുടി ഞാൻ വെട്ടി 2-3 ദിവസം മുന്നേ മുടി വെട്ടി. കുഴപ്പമില്ല, നീ എന്തായാലും നാളെ വാ. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാർക്കോയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് ഏത് പടമാണ് ഇത് ഏത് പടമായിരിക്കും. അപ്പോൾ ഞങ്ങളിരുന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുക. അങ്ങനെ ഇതുപോലെ ഉണ്ണിച്ചേട്ടനെ എങ്ങാണ്ട് പണ്ട് കുറച്ചാൾ മുന്നേ മാർക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ കസരയിൽ ഒരു സിഗാർ പിടിച്ച് നിൽക്കുന്ന ഒരു പടം ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലായി മാർക്കോ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും എൻ്റെ ക്യാരക്ടർ ഇതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വരുമ്പോഴാണ് ഇതുപോലെ മാർക്കോ എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ മാർക്കോയാണ് ആലോചിച്ചത് കറക്റ്റ് തന്നെയാണെന്ന് മനസ്സിലായത്.